പ്രിയപ്പെട്ടവരെ നമസ്കാരം. മലപ്പുറത്ത് ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫിറ്റ്നസ് അനുവദിച്ചു കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ജീവൻ വെടിയേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹം മരണത്തിന് മുമ്പ് പുറത്തുവിട്ട ആ കുറിപ്പിൽ പബ്ലിക്കിലേക്ക് വിട്ട ആ കുറിപ്പിൽ എടുത്തു പറയുന്ന കാര്യം ഇപ്പോൾ അദ്ദേഹം ഫിറ്റ്നസ്സിന് വേണ്ടി ഹാജരാക്കിയ ആ ഒരു കണ്ടീഷനിൽ തന്നെ 2 തവണ ഏജൻറ്റുമാർ മുഖേന ആ വണ്ടിക്ക് ഫിറ്റ്നസ് അനുവദിച്ചു കൊടുത്തിരുന്നു. ആ ഒരു സ്റ്റീൽ കമ്പിയൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ആ ഒരു കണ്ടീഷനിൽ ഈ ഏജൻറ്റുമാർ മുഖേന മുമ്പ് 2 തവണ ഫിറ്റ്നസ് അനുവദിച്ചു കൊടുത്തിരുന്നു എന്നാണ് അദ്ദേഹം ആ കുറിപ്പിൽ പറയുന്നത്. അദ്ദേഹം നേരിട്ട് പോയപ്പോൾ MVD അനുവദിച്ചു കൊടുക്കുന്നില്ല. കാരണം നേരിട്ട് പോയപ്പോൾ അത് ഈ ഉദ്യോഗസ്ഥർക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടായിരിക്കണമല്ലോ ഇയാൾ നേരിട്ട് പോയിട്ട് ഫിറ്റ്നസ് അനുവദിച്ചു കൊടുക്കാതിരുന്നത്. ഈ ഓട്ടോറിക്ഷ ഫീൽഡ്, ഈ ഓട്ടോ തൊഴിലാളികൾ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാലുണ്ടല്ലോ, അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നറിയില്ല. ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ പബ്ലിക്കിലേക്കും സർക്കാരിലേക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി. നമുക്ക് അവസാനമായി 2022 ചാർജ് കൊടുക്കുന്നത്. 25 രൂപ ഉള്ള മിനിമം വേതനത്തിൽ നിന്ന് 30 രൂപയാക്കി തന്നത് 2022 ആ സമയത്ത് 65 രൂപയോ മറ്റുമാണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയൊന്നുമില്ല. കാരണം ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് രാഷ്ട്രീയപരമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ 65 രൂപയോ മറ്റോ ആ സമയത്ത് നമുക്ക് 1 ലിറ്റർ ഡീസൽ പെട്രോൾ അടിക്കാനുള്ള ആ സമയത്ത് ഉള്ള ചാർജ്. ഇപ്പം 110 രൂപയാണ്. അപ്പോൾ നേരെ ഡബിൾ തന്നെ ആയി ചാർജ്. ഇപ്പോഴും നമ്മൾ പഴയ 20-30 രൂപ ഉള്ള ആ ഒരു ചാർജാണ് നമുക്ക് വാങ്ങാനുള്ള അനുവാദമുള്ളൂ. സർക്കാർ ഉത്തരവുള്ളൂ. 10 രൂപ കൂട്ടിച്ച് വെച്ചാൽ ഇവിടെ പ്രശ്നങ്ങളാണ്, കോലാഹലമാണ്. മറ്റുള്ള മേഖലകളിൽ 100-1000 കൊടുക്കുന്നതിന് ജനം ബുദ്ധിമുട്ടില്ല. ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു 5 രൂപയോ 10 രൂപയോ കൂട്ടി ചോദിച്ചാൽ, ഈ ഒരു കണ്ടീഷനിൽ തന്നെ ചോദിച്ചാൽ അത് കൊള്ളയാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർ ചെയ്യുന്ന കൊള്ളയാണ്. ഇപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗ്യാസിന് വില കൂടിയ സമയത്ത് ചായക്ക് 12 രൂപ ഉണ്ടായിരുന്നത് 15 രൂപയാക്കി. ഗ്യാസിന് വില കുറച്ചു 15 രൂപയാക്കി, ചായക്ക് 12 രൂപയാക്കി. ഇതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഓട്ടോറിക്ഷ ഡ്രൈവർ 10 രൂപ കൂട്ടി ചോദിച്ചാൽ അതിവിടെ വലിയ വിഷയമാണ്. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ചായക്കടക്കാരൻ മാത്രമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ചായ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഒരു മേഖലയിലുള്ള തൊഴിലാളി വർഗത്തെ മാത്രം എന്തോ ഒരു വേർതിരിവ്, എന്തോ ഒരു വൈരാഗ്യം പോലെയുള്ള ഒരു സമീപനമാണ് കുറച്ച് മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ അധികാരികളും ഈ ഓട്ടോറിക്ഷ തൊഴിലാളി വർഗത്തോട് കാണിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഓൺ വോയിസ് ആയിട്ട് പറഞ്ഞ ശീലമില്ല. ഞാൻ എന്തെങ്കിലും പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റൊന്നും ഞാൻ പറയുന്നതില്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെപ്പറ്റി പബ്ലിക്കിലും അതുപോലെ അധികാരി വർഗങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തണം. ഒരുപാട് പേര് ജോലി ചെയ്ത വീഡിയോ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഒന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓട്ടോറിക്ഷ തൊഴിലാളി വർഗത്തിനോട് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെയാണ് ഇപ്പോഴത്തെ ഒരുപാട് നമ്മുടെ ഗവൺമെൻറ് ഒക്കെ സമീപിക്കുന്നത്. ഈ ഓട്ടോറിക്ഷയെ ആശ്രയിച്ച് എത്രയോ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം മലപ്പുറത്തുള്ള ആ ഒരു ഡ്രൈവറുടെ കുടുംബം അനാഥമായി. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം സിവിൽ സ്കോർ മൈനസിലേക്ക് പോയി. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഈ രീതിയിൽ ഓടിച്ചിട്ടും അദ്ദേഹം സിവിൽ സ്കോർ പ്ലസ്സായിട്ട് നിലനിർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു കണ്ടീഷനിൽ ആ വണ്ടി ഓടിച്ചിട്ടും അദ്ദേഹം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ, മറ്റുള്ളവരെ ആരെയും ആശ്രയിക്കാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിപരമായി ചെയ്യേണ്ട എല്ലാ സാമ്പത്തിക ഇടപാടും ചെയ്തത് കൊണ്ടായിരിക്കണമല്ലോ ആ സിവിൽ സ്കോറൊക്കെ പ്ലസ്സിൽ നിലനിന്ന് പോയിരുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് മുടക്കം വന്നതുകൊണ്ടാണ് മൈനസിലേക്ക് പോയത്. നമുക്കൊക്കെ സിവിൽ സ്കോർ മുന്നിൽ മുന്നോട്ടും ബാക്കിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതമൊന്നും മുന്നോട്ട് പോകില്ല. ഈ ഒരു ഓട്ടോറിക്ഷ കൊണ്ട് ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകാനായിരുന്നു. അല്ലാണ്ട് വേറെ മക്കൾക്ക് നാളത്തേക്ക് മണിമാളിക പണിയാൻ 2 നില വീട് പണിയാനോ അല്ല പിന്നീട് ഓപ്പറേഷൻ പഠിപ്പിക്കാനൊന്നും നമ്മളെ കൊണ്ടാവില്ല. ഭക്ഷണം കഴിച്ച് മരിക്കുന്നവരെ ജീവിക്കുക, ഇത്രയാവും. അപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ. ഒരുപാട് എനിക്കിങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ട് വലിയ പരിചയമോ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവർ. 25 രൂപ ഉണ്ടായിരുന്ന ആ ഒരു ചാർജ് 30 രൂപയാക്കിയിട്ട് ഇപ്പോൾ 4 വർഷം 65 രൂപ മറ്റും ഉണ്ടായിരുന്ന ഡീസലിന് ഇപ്പോൾ 110 രൂപയാണ്. അതുപോലെ തന്നെ ക്രമാതീതമായി മറ്റുള്ള എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചു. പക്ഷേ ഓട്ടോറിക്ഷയുടെ ചാർജ് മാത്രം വർദ്ധിപ്പിക്കില്ല എന്നുള്ള എന്തോ ഒരു
നിർബന്ധമായി നമ്മളോട് എന്തോ ഒരു വൈരാഗ്യമുള്ളത് പോലെയാണ് സംഭവിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്കങ്ങനെ തോന്നുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഈ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യം സർക്കാരിനെയും അതുപോലെ അധികാരവർഗത്തെയും അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം കാണുന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും ഈ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഇങ്ങനെയുള്ള സമീപനം നടത്തുന്ന ഉദ്യോഗസ്ഥർ ഈ ഒരു നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഓർമ്മിക്കണം. നമ്മളോടൊരു കരുണ കാണിച്ചിട്ടുള്ള സമീപനം ഉണ്ടാവണം ഉദ്യോഗസ്ഥന്മാർ, മീഡിയ ആയാലും അതുപോലുള്ള മറ്റുള്ള മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരായാലും ഈ മറ്റേ സ്റ്റേജിൻ്റെ കമ്പി വെച്ച് പിടിപ്പിച്ചിട്ട് ബിസിനസ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ട് അവിടെ യാതൊരു ബുദ്ധിമുട്ടും നിയമവുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. കാരണം മുമ്പ് 2 പ്രാവശ്യം ഏജൻറ്റുമാർ മുഖേന ആ ഒരു രീതിയിൽ ഫിറ്റ്നസ് സെൻ്റർ കൊടുത്തിരുന്നെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതിനെപ്പറ്റി 2 വാക്ക് സംസാരിച്ചില്ലെങ്കിൽ ഞാനെങ്ങനെയാണ് ഒരു ഓട്ടോ ഡ്രൈവർ ആവുക?